ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സുദിനങ്ങളിലേക്കുള്ള പ്രയാണം നാം ആരംഭിക്കുകയാണല്ലോ. പരിശുദ്ധ സഭ എൽദോനോമ്പായി ആചരിക്കുന്ന 25 ദിവസത്തെ യാത്ര നമ്മൾ സമാരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം ശരിയായ രീതിയിലൊന്ന് ക്രമപ്പെടുത്തേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവുകയില്ല. എന്നാൽ യാത്രയുടെ രസവും വിരസതയുമൊക്കെ തീരുമാനിക്കുന്നത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെ ആശ്രയിച്ചുകൊണ്ടാണ്. ജീവിതത്തിൽ നാം അണയേണ്ടുന്ന ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യവും ക്രിസ്തുവാണ്. നമ്മളുടെയും യാത്ര ഈ ക്രിസ്തുമസിൽ ആയിരിക്കുമ്പോൾ ശുഭവിശ്വാസത്തോടുകൂടി ശുഭപ്രതീക്ഷയോടുകൂടി നമ്മുടെ യാത്രയെ നമുക്ക് തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മളുടെ ക്രിസ്മസ് ആഘോഷങ്ങളിലും പലപ്പോഴും നമ്മൾ എത്തിച്ചേരുന്നത് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ആണ്. പക്ഷേ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലെത്താതെ കല്ലടാവിൻ്റെ യാത്രയാണ് നമ്മൾ നടത്തേണ്ടത്. വിദ്വാൻമാർ ഉണ്ണിയേശുവിനെ ദർശിക്കുന്നതോടുകൂടി ഒരുപക്ഷെ നാം ചിന്തിക്കും ആ യാത്രയുടെ മംഗളകരമായ പര്യവസാനം അവിടെയായി എന്ന്. എന്നാൽ അവിടെയാണ് യഥാർത്ഥമായ യാത്രയുടെ തുടക്കം കുറിക്കുന്നത്. നക്ഷത്രം ലക്ഷ്യമാക്കി സഞ്ചരിച്ച വിദ്വാൻമാർ ക്രിസ്തു എന്ന ലക്ഷ്യത്തെ ഏറ്റെടുത്താണ് തുടർന്നുള്ള അവരുടെ യാത്രകൾ നടത്തിയത്. ഇന്ന് ക്രിസ്മസ് കേവലം അർത്ഥങ്ങളറിയാത്ത അനുകരണങ്ങളായി മാറിയിരിക്കുകയാണ്. നക്ഷത്രം നമ്മളുടെ വീടുകളിൽ തെളിയിച്ച്, പുൽക്കൂടുകൾ നമ്മുടെ ഭവനങ്ങളിൽ അലങ്കരിച്ചുകൊണ്ട്, വർണ്ണശബളമായ ലൈറ്റുകൾ നമ്മൾ അണിയിച്ചുകൊണ്ട് ക്രിസ്തുവാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും അതിൽ നിന്നും എത്രയോ ദിശ മാറിയാണ് നമ്മളുടെ യാത്രയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ, ഈ ക്രിസ്തുമസിൽ നമുക്ക് ഒരു മനസ്സോടുകൂടി ഒരു പ്രയാണത്തിന് തുടക്കം കുറിക്കാം. വിദ്വാൻമാരോട് കൂടെ ചേർന്ന്, ആട്ടിടയന്മാരോടുകൂടി ചേർന്ന് ഒരു നല്ല തീർത്ഥാടന യാത്ര, ആഡംബരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ട്, ആ ആഘോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ട് ലാളിത്യത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ കല്ലടാവിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ ക്രിസ്തുവിനെ ദർശിക്കാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഈ യാത്ര നമുക്ക് തുടങ്ങാമെന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.